ഗുഡ് മോർണിംഗ്. എന്താണ് മക്കളെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നല്ലോ എല്ലാവരും അല്ലേ? നമുക്ക് എക്സസൈസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. അപ്പൊ നമ്മൾ 10.1 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നിങ്ങൾ ടെസ്റ്റിലാണ് ഫുൾ ആയിട്ടുള്ളത്. ഞാൻ മൊത്തം എഴുതിയിട്ടില്ല, ഇത്രയേ ഉള്ളൂ. ടേംസും ഫാക്ടേഴ്സും ഐഡന്റിഫൈ ചെയ്യുക, ട്രീ ഡയഗ്രാം വരയ്ക്കുക. അപ്പം നമ്മൾ ട്രീ ഡയഗ്രാം വരയ്ക്കാനെന്ന് ഞാൻ പഠിപ്പിച്ചപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് എടുത്തിരുന്നത്. ഏതൊക്കെയാ? എക്സ്പ്രഷൻ, ടേംസ്, ഫാക്ടേഴ്സ്. നമുക്ക് ഓരോന്നും അങ്ങനെ നിങ്ങൾ എക്സാമിന് ഇങ്ങനെ എഴുതുന്നത്, നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നേരിട്ട് ട്രീ ഡയഗ്രാം വരയ്ക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ x-3. അപ്പൊ അത് ഏതിന്റെ ഗ്രൂപ്പിലാണ് വരുന്നത്? x-3. ഇറ്റ് ഈസ് ദ എക്സ്പ്രഷൻ അല്ലേ? ഇതിനകത്ത് എത്ര ടേംസ് ഉണ്ട്? 2 ടേംസ്, x ആൻഡ് -3. അപ്പൊ നമുക്ക് ഇത്രയും മാത്രമേ വരയ്ക്കാനുള്ളൂ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണമെങ്കിൽ ഡോട്ട് ലൈൻ വരയ്ക്കല്. ടേംസ് എഴുതുമ്പം എക്സ് വെറും 3 പോരാ, എന്ത് വേണം? -3 വേണം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഓർമ്മല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത ഇച്ചിരി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? 1 + x + x². Here how many terms are here? 1 2 3. 3 terms ഉണ്ട്. നമുക്ക് നോക്കാം. ടേംസ് എഴുതാൻ പോവാണേ. ഫസ്റ്റ് വൺ 1, സെക്കൻഡ് വൺ x ആൻഡ് x². ഇവിടെയൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടോ? ഇല്ല, ഇത് ഒറ്റ ഫാക്ടേഴ്സേ ഉള്ളൂ. 1 x ഒക്കെ ഉള്ളൂ. പക്ഷെ ഇവിടെ x² ആണ് കിടക്കുന്നത്. x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ഇൻറ്റു എക്സ് എന്നാണ് അർത്ഥം. x² എന്ന് പറഞ്ഞാൽ x ഇൻറ്റു എക്സ്. അപ്പം ഇറ്റ് ഹാസ് 2 factors. And which are they? x and x. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡോട്ട് ലൈൻ വേണം ഫാക്ടേഴ്സ് അടയാളപ്പെടുത്താൻ. ഓക്കെ, തേർഡ് വൺ നോക്കാം. ഇതൊക്കെ സിമ്പിൾ ആണ്, നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാനുള്ളതേ ഉള്ളൂ. വെറുതെ സമയം കളയണ്ട. y - y³. ഇവിടെ എത്ര ഫാക്ടേഴ്സ് ആണ്? 2 ഫാക്ടേഴ്സ്, y-യും y³ ഞാനത് എഴുതാൻ പോവാണേ. 2 ഫാക്ടേഴ്സ് y ആൻഡ് വെറും y³ ആണോ? -y³. ഓക്കെ, y³ എന്ന് പറഞ്ഞാൽ എത്ര ടേംസ് ഉണ്ട് അതിനകത്ത്? എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? y ഇൻറ്റു y ഇൻറ്റു y. 3 y ചേരുന്നതാണ് y³ അല്ലേ? അപ്പൊ ഇവിടെ ഉണ്ടോ ഫാക്ടേഴ്സ്? ഉണ്ടോ? ഇല്ല. നമുക്ക് ഇത് എഴുതാവേ. ഫസ്റ്റ് y, സെക്കൻഡ് y, തേർഡ് y. അപ്പൊ നമ്മൾ ഈ മൈനസ് സൈൻ കൊടുത്തില്ലല്ലോ. മൈനസ് സൈൻ എന്നത്തില്ലേ? ആ മൈനസ് എവിടെ കൊടുക്കും? ഞാൻ ഇത് ഏതെങ്കിലും ഒരു വൈയുടെ കൂടെ കൊടുക്കട്ടെ? അങ്ങനെ കൊടുക്കാൻ പാടില്ല. നമ്മളത് എങ്ങനെ എഴുതണം? സെപ്പറേറ്റ് എഴുതണം. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ വെറും y³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1y³ എന്നാണ്. നമ്മൾ ആ 1 എടുത്ത് പ്രത്യേകിച്ച് പറയത്തില്ല. അപ്പം ഇവിടെ വരുന്നത് എങ്ങനെയാണ്? -1y³ എന്നാണ്. അപ്പൊ നമ്മൾ ഫാക്ടർ എഴുതുമ്പോൾ ഈ -1 നമ്മൾ മാറ്റി സെപ്പറേറ്റ് കൊടുക്കണം. മനസ്സിലായല്ലോ? ഇങ്ങനെയാണത് കൊടുക്കുന്നത്. y ടേം വരുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ന്യൂമറിക്കൽ വാല്യൂ ഒന്നും കിടപ്പില്ലെങ്കിൽ, ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടെങ്കിൽ അതൊരെണ്ണം വരുന്നുണ്ട്, അത് അങ്ങനെ എഴുതിയാൽ മതി. ഒന്നും കിടപ്പില്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? -1 എന്ന് കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. മനസ്സിലായല്ലോ ഞങ്ങൾക്ക്? അത് സിമ്പിളാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. അടുത്തത് ഫോർത്ത് വൺ ആണ്. 5xy² + 7x²y. ക്വസ്റ്റ്യൻ ശരിയാണല്ലോ. ഹൗ മെനി ഫാക്ടേഴ്സ് ആർ ഹിയർ? 2. ഏതൊക്കെയാണ്? 5xy². Then next factor is 7x²y. നിങ്ങൾക്ക് ഇപ്പൊ ഇനി സിമ്പിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഒത്തിരി റിപ്പീറ്റ് ചെയ്യേണ്ട. നിങ്ങൾക്ക് അറിയാം. എന്റെ കൂട്ടത്തിൽ നിങ്ങളൊന്ന് പറഞ്ഞേ. 5 ഒരു ഫാക്ടർ, then next one is x, then y². y² means 2y. Okay, 1y is here, next one. Okay, then here which are the factors? First one 7, next one dot line ആണ്. Here x² means 2x is there, then first x, then next x, then 1y. എളുപ്പമല്ലേ? ഇനി ഒരെണ്ണം അതുകൂടെ കഴിഞ്ഞാൽ കഴിയും. ഓക്കെ, ക്വസ്റ്റ്യൻ -ab + 2b² - 3a². Here which are the factors? Factors പറഞ്ഞേ. -ab ഞാൻ എഴുതിയേക്കട്ടെ. സോറി, ഫാക്ടേഴ്സ് അല്ല, സോറി, ടേംസ് ആണ്. which are the terms? First one -ab, second one 2b², third one -3a². മൈനസ് സൈൻ ഒന്ന് വിട്ട് കളയല് കേട്ടോ, എഴുതണേ. ഇനി here what are the factors? First one a, second one b. മൈനസ് സൈൻ എവിടെ കൊടുക്കും? പറ. നമ്മൾ പറഞ്ഞു വെറും ഇവിടെ പറഞ്ഞാൽ 1 എന്നാണ് അർത്ഥം. ഇവിടെ ab എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ ab എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ ഒരു 1ab ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ മൈനസ് സൈൻ വരുമ്പോൾ നമ്മൾ മൈനസ് സെപ്പറേറ്റ് ഇങ്ങനെ കൊടുക്കണം. ശരി, ഇവിടെ നോക്കിയേ. ഇവിടെ ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? ഫസ്റ്റ് 1 2,
How many b's are there? 2. B square is there. Therefore, 1b second b. Here, factors പറഞ്ഞേ ഏതൊക്കെയാണ്? ഇവിടെ കണ്ടോ, -3. ഇവിടെ സൈന് മൈനസ് സൈൻ ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ നമുക്ക് അത് എടുത്ത് സെപ്പറേറ്റ് എഴുതണം. -3, then 2 a's are there, then first a, second a. കണ്ടോ, ഇവിടെ -3 ന്യൂമറിക്കൽ വാല്യൂ വന്നാൽ കണ്ടോ, -3a². ഇവിടെ നമുക്ക് മൈനസ് സൈൻ ഉണ്ട്, പ്രത്യേകിച്ച് ഒരു ന്യൂമറിക്കൽ വാല്യൂ ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ ന്യൂമറിക്കൽ വാല്യൂ എത്ര ഉണ്ടെന്നാണ്? 1 ഉണ്ടെന്നാണ്. അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ഇവിടെ എടുത്ത് എഴുതിയത്. മനസ്സിലായില്ലേ? ഈ ലാസ്റ്റ് 1 മാത്രം മൈനസ് സൈൻ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ചെറിയ നിങ്ങൾക്ക് ഒരു സംശയം വരുന്നുള്ളൂ, അല്ലാതെ ഒരു സംശയം വരത്തില്ല, എനിക്കറിയാം. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഒന്ന് വീഡിയോ ആദ്യം ഒന്ന് കാണുക, പിന്നെ തന്നെ ടെക്സ്റ്റ് എടുത്തിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. പഠിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.